Hello dears, welcome back to ISK Essay English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് ഡിഫറൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻറ്റ് ഫോംസും അതുപോലെ തന്നെ ടെക്നിക്സും. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിലും ആദ്യം 10 ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് വേർഡിലോ സെൻറ്റൻസിലോ ആൻസർ ചെയ്യേണ്ട 10 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ 2 ടൈപ്പുകൾ ഏതൊക്കെയാണ് അറിയാവോ? ഒന്ന് ഓറൽ, മറ്റൊന്ന് റിട്ടൺ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷന് 2 ഫോംസ് ഉണ്ട്, ഓറൽ ഫോംസും റിട്ടൺ ഫോമും. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓറൽ ഫോമിൻ്റെ മറ്റൊരു പേരാണ് സ്പോക്കൺ ഓർ ഓറൽ. അതുപോലെ തന്നെ റിട്ടൺ. ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ 2 രൂപങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്ടിസിപ്പൻസ് വുഡ് ഡ്യാഡിക് കമ്മ്യൂണിക്കേഷൻ ഹാവ്? ഡ്യാഡിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ്, പങ്കെടുക്കുന്ന ആളുകൾ, അവരുടെ എണ്ണം അനുസരിച്ച് കമ്മ്യൂണിക്കേഷനെ തരംതിരിച്ചതിൽ ഒന്നാണ് ഏത്? ഡ്യാഡിക് കമ്മ്യൂണിക്കേഷൻ. ഡ്യാഡിക് കമ്മ്യൂണിക്കേഷനിലെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം, എത്ര ആളുകളാണ് ഡ്യാഡിക് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക അറിയോ? പഠിച്ചു വെക്കുക, 2. അപ്പോൾ ഡ്യാഡിക് കമ്മ്യൂണിക്കേഷനിൽ 2 ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡ്യാഡിക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? അതായത് ചോദ്യം ഇതാണ്, ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലെ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ്റെ ഫ്ലോ, വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യും? ആൻസർ 3 രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ. ഏതൊക്കെയാ? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ. ഞാൻ ഇനി നിങ്ങൾക്കിത് അടുത്ത 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നിടത്ത് ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഈ ചോദ്യം ശ്രദ്ധിക്കട്ടോ, 1 മാർക്കിന്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരെന്താ? ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എന്താണെന്നറിയോ? ഗ്രേപ്പ് വൈൻ എന്നുള്ളതാണ്. ഗ്രേപ്പ് വൈൻ എന്നുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേര്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചു വെക്കണം. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിൽ ടച്ചിൻ്റെ പ്രാധാന്യം, സ്പർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പഠനശാഖ, ആ ശാഖയുടെ പേരെന്താ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആപ്റ്റിക്സ്. എന്താണ്? ഹാപ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തേത്, വാട്ട് ഈസ് പ്രോക്സിമിക്സ്? എന്താണ് പ്രോക്സിമിക്സ്? ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രോക്സിമിക്സ് എന്താണ്? ശ്രദ്ധിക്കാം. സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് സ്പേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ സ്പേസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പഠനശാഖ. ഇവിടെ റോൾ ഓഫ് സ്പേസ് ആണ്. നേരത്തെ പറഞ്ഞതോ റോൾ ഓഫ് ടച്ച് ആണ്. റോൾ ഓഫ് ടച്ച് ഹാപ്റ്റിക്സ്, റോൾ ഓഫ് സ്പേസ് പ്രോക്സിമിക്സ്. ഇനിയുണ്ട് ഇതിൽ വരാൻ. അത് നമുക്ക് നോട്ട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ പാരാ ലാംഗ്വേജ്? പാരാ ലാംഗ്വേജിൻ്റെ മറ്റൊരു പേര്. പാരാ ലാംഗ്വേജ് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് നോട്ട് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇന്ന് തന്നെ ഈ വീഡിയോയിൽ കേട്ടോ. അതായത് പാരാ ലാംഗ്വേജിൻ്റെ മറ്റൊരു പേരാണ് വോക്കാലിക്സ്. വോക്കാലിക്സ് നേരെ കേൾക്കട്ടോ, വോക്കാലിക്സ്. വോക്കാലിക്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ? നേരത്തെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? റോൾ ഓഫ് ടച്ച്, റോൾ ഓഫ് സ്പേസ്, മൂന്നാമത്തേത് റോൾ ഓഫ് ടൈം. റോൾ ഓഫ് ടൈമിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ സമയത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട പഠനശാഖ. ശ്രദ്ധിച്ചു വെക്കുക, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്രോണിമിക്സ്. ഏതാ? ക്രോണിമിക്സ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 3 ഫില്ലർ വേർഡ്സ് കോമൺലി യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 ഫില്ലർ വേർഡ്സ്. അതായത് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 ഫില്ലർ വേർഡ്സ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫില്ലർ വേർഡ്സ് എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫില്ലർ വേർഡ്സ്? അതായത് ഫില്ലർ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കോൺവേഴ്സേഷനിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് കോൺവേഴ്സേഷനിൽ നമ്മൾ കോൺവേഴ്സേഷൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഏത്? ഫില്ലർ വേർഡ്സ്. ഏതെങ്കിലും 3 എണ്ണമാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നാണ് ഓ എന്നുള്ളത്, OH. മറ്റൊന്നാണ് റൈറ്റ്, RIGHT, റൈറ്റ്. മറ്റൊന്നാണ് സോ. അതായത് സാധാരണ ആളുകൾ കമ്മ്യൂണിക്കേഷനിൽ എന്താ പറയാൻ കിട്ടാതെ വരുമ്പോൾ, എന്ത് പറയണം എന്നറിയാതെ വരുമ്പോൾ, അതായത് കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ത്? ഫില്ലർ വേർഡ്സ്. മനസ്സിലായോ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിററിങ്? 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം കേട്ടോ. വാട്ട് ഈസ് മിററിങ്? എന്താ മിററിങ്? സബ്റ്റിൽ ഇമിറ്റേഷൻ ഓഫ് സ്പീക്കേഴ്സ് ജെസ്റ്റേഴ്സ്. അതായത് സ്പീക്കറുടെ ജെസ്റ്റേഴ്സ്, അതായത് സ്പീക്കറുടെ ശരീരഭാഷകൾ സൂക്ഷ്മമായിട്ട് അനുകരിക്കാം. സബ്റ്റിൽ ഇമിറ്റേഷൻ ഓഫ് സ്പീക്കേഴ്സ് ജെസ്റ്റേഴ്സ്. സ്പീക്കറിൻ്റെ ജെസ്റ്റേഴ്സ് സൂക്ഷ്മമായിട്ട് അനുകരിക്കാം. ഇനി നമുക്ക് നേരെ 2 മാർക്സിനും 5 മാർക്സിനൊക്കെ എഴുതാവുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ചാനൽ? ചാനലിനെ അടിസ്ഥാനമാക്കിയുള്ള 2 തരം കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക, ഇവിടെ ചാനൽ ബേസ് ചെയ്തിട്ടുണ്ട്, സ്റ്റൈല് ബേസ് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങളുണ്ട്, മാറിപ്പോവരുത് കേട്ടോ. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചാനൽ ബേസ് ചെയ്തിട്ട് നോക്കുക. അപ്പൊ ചാനൽ ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ ചാനൽ യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. അപ്പൊ ചാനലിനെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ 2 തരമാണ്. ഏതൊക്കെയാ? വെർബലും നോൺ വെർബലും. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ വെർബലും നോൺ വെർബലും പറഞ്ഞിട്ടുണ്ട് 1ാമത്തെ യൂണിറ്റിൽ. പക്ഷെ അവിടെ നമ്മൾ ചാനൽ ബേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് വരുന്നത് 2ാമത്തെ യൂണിറ്റിലാണ് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പൊ ചാനൽ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി 2 ടൈപ്സ്. 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവാണ്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നോക്കൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ലാംഗ്വേജ്. ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഓർ ഓറൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 വിധത്തിലുണ്ട്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്കാണ് ഉപയോഗിക്കുക. വാക്കുപയോഗിച്ചിട്ട് നമുക്ക് 2 തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന് വായ കൊണ്ട്,
സംസാരം, സ്പോക്കൺ. അതിൻ്റെ മറ്റൊരു പേരാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്ന് വാക്ക് നമുക്ക് എഴുതിക്കൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് ഏത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ചാനലിന് 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യത്തേത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് വെർബലിൽ ഒന്നാമത്തേത് ഓറൽ, രണ്ടാമത്തേത് റിട്ടൺ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞു എന്താണല്ലേ. നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വാസ് ഓറൽ ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജസ്. അതായത് മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ തുടക്കകാലത്ത് അത് ഓറലായിരുന്നു. അന്ന് മനുഷ്യന് എഴുതാൻ അറിയുമായിരുന്നില്ല. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഇൻ ദ സ്പോക്കൺ ഫോം. എങ്ങനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഇൻ ദ സ്പോക്കൺ ഫോം, സംസാര രൂപത്തിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഏത്? ഓറൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയോ? എക്സാമ്പിൾസ് അറിയോ? ഞാൻ പറയാൻ കേട്ടോളൂ. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. നമ്മൾ ആളുകൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കൂലേ? അത് ക്ലാസ് റൂമിൽ ഇരുന്ന് വർത്താനായിക്കോട്ടെ, പുറത്ത് സുഹൃത്തുക്കൾ സംസാരിക്കായിക്കോട്ടെ. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓറൽ കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞില്ല, ടെലഫോൺ കോൺവെർസേഷൻ, ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ പബ്ലിക് സ്പീച്ചുകൾ, ഗ്രൂപ്പ് ഡിസ്കഷൻസ് എക്സെട്ര. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തതായിട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂസിങ് റിട്ടൺ ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ റിട്ടൺ ഫോം അല്ലേ. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പൊട്ടൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ എന്ന, പൊട്ടൻഷ്യൽ. കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രൂപമാണ് ഏത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. വളരെ പൊട്ടൻറ്റ് മീൻസ് പവർഫുൾ. ഇറ്റ് ഹാസ് ബീൻ ഇൻ യൂസ് ഫോർ എ ലോങ് ടൈം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കാലമായിട്ട് നമുക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുണ്ട്. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഡ്രാസ്റ്റിക്കലി ത്രൂ ദ ഏജസ്. ഒരുപാട് കാലങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വിധേയമായിട്ടുണ്ട്. അതായത് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല സ്പോക്കണും ഉണ്ട്. പക്ഷെ ഇവിടെ റിട്ടണിൻ്റെ കാര്യം പറയാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആസ് ഇവോൾവ്ഡ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്തതാണ്. അതായത് പരിണമിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി ഡ്രാസ്റ്റിക്കലി നന്നായിട്ട് ത്രൂ ദ ഏജസ് പല യുഗങ്ങളിലൂടെ കടന്ന് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഫോർമൽ ദാൻ ഓറൽ ഓർ സ്പോക്കൺ. ഓറൽ അല്ലെങ്കിൽ സ്പോക്കൺ ഫോമിനേക്കാൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഫോർമലാണ്. അപ്പോൾ ഫോർമൽ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന എക്സാമ്പിൾസ് ഇത് നോട്ടിലുള്ളതാട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ നോട്ടാണ്. ലെറ്റേഴ്സ്, അതുപോലെ തന്നെ മിനുട്സ് അറിയില്ലേ? അതായത് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ കാര്യങ്ങൾ കുറിച്ച് വെക്കുന്ന മിനുട്സ്. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, നോട്ടീസസ്, മെമ്മോ, സർക്കുലേഴ്സ്. സർക്കാരിൻ്റെ ഒക്കെ സർക്കുലർ കേട്ടില്ലേ? നിങ്ങൾ സർക്കുലർ ഇറങ്ങാമെന്ന് കേട്ടില്ലേ? അപ്പോൾ ഇത്തരം സർക്കുലറുകൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസാ? റിട്ടൺ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. നോക്കൂ, അടുത്ത ടൈപ്പാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ടൈപ്പ് ഏതാ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത ടൈപ്പ്. അതായത് ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കൂല. നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിലൈസ് ഓൺ. റിലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാം. എന്താ റിലേ ചെയ്യാ പറഞ്ഞാൽ? ഡിപ്പെൻഡ് ചെയ്യാം.
ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതിന് മലയാളം എന്താ? ആശ്രയിക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആശ്രയിക്കുന്നത് എക്സ്റ്റേണൽ ആസ്പെക്ട്സ് ലൈക്ക് ബോഡി ലാംഗ്വേജ്, സിംബൽസ്. ബോഡി ലാംഗ്വേജ് അല്ലെ, ബോഡി ലാംഗ്വേജ് പറഞ്ഞാൽ എന്താ? ശരീരഭാഷ. അതായത് ബോഡി ലാംഗ്വേജിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇല്ലേ? അപ്പം ആ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ചില സിംബലുകൾ, ചില പ്രതീകങ്ങൾ, ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആസ്പെക്റ്റ്, അതായത് ഭാഷയല്ലാത്ത മറ്റു ചില ബാഹ്യമായിട്ടുള്ള ചില ഘടകങ്ങളാണ്, എക്സ്റ്റേണൽ ആസ്പെക്ട്സ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് യൂസ് വേർഡ്സ് ബട്ട് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നിങ്ങളെ സംശയപ്പെടുത്തുന്ന ഒരു പോയിന്റാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വേർഡ്സ് ഉപയോഗിക്കാറില്ല, പക്ഷേ അത് വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ ആക്യുറേറ്റ് ആണ്. എന്താ ആക്യുറേറ്റ് പറഞ്ഞാൽ? കൃത്യത ഉള്ളത്. എന്താണ് ആക്യുറേറ്റ് പറഞ്ഞാൽ? കൃത്യത ഉള്ളത്. അതായത് നമുക്കറിയാവുന്ന കാര്യം, വാക്കുപയോഗിക്കുമ്പോൾ തെറ്റിപ്പോവില്ലല്ലോ, ഇല്ലല്ലോ. എന്നാൽ ആ വാക്കുപയോഗിക്കുന്ന വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൃത്യത നോൺ വെർബലിനാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ശ്രദ്ധിക്കട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഇറ്റ് ഈസ് മോർ സ്പോണ്ടാനിയസ്, അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന സിംബൽസ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഇവയൊക്കെയാണല്ലോ അതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്പോണ്ടാനിയസ് ആണ്. സ്പോണ്ടാനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നോർമലാണ്, അല്ലെങ്കിൽ അത് വളരെ സിമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന സിംബലുകളും ബോഡി ലാംഗ്വേജുകളും എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംശയങ്ങൾക്കോ ഡൗട്ടിനോ ഉള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. ആളുകൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പോണ്ടാനിയസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. വളരെ പ്രകൃതിയാണ് തോന്നുന്നത്, വളരെ കോമൺ ആയിട്ട് തോന്നുന്ന അത്തരം സിംബലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബലിനേക്കാൾ ആക്യുറേറ്റ് ആണ്, കൃത്യത ഉണ്ട്. ഇനി വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നോൺ വെർബൽ ഉപയോഗിക്കാന്നറിയോ? ഒക്കെ നോട്ടിൽ വരുന്നുണ്ട്. വേറെ ഉപയോഗിക്കുന്നത്, ഇത് യൂസസ് ഫിസിക്കൽ അപ്പിയറൻസ്. എന്താ ഫിസിക്കൽ അപ്പിയറൻസ് പറഞ്ഞാൽ? ഒരു വ്യക്തിയുടെ ശരീരരൂപം, ഒരാളെ കാണാനുള്ള രൂപം, അതാണ് ഒരാളുടെ അപ്പിയറൻസ്. അതായത് ഒരു വ്യക്തിയുടെ ബാഹ്യമായ രൂപം. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പാരാ ലാംഗ്വേജ് അല്ലെങ്കിൽ വോക്കലിക്സ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു പാരാ ലാംഗ്വേജ് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണ്, പിച്ച് ആൻഡ് സ്പീഡ് ഓഫ് എ പേഴ്സൺസ് വോയിസ്. അതായത് എല്ലാ ആളുകളും ഒരേപോലെയാണോ സംസാരിക്കുക? അല്ല. എൻ്റെ സംസാരത്തിനൊരു ശൈലിയുണ്ട്, എൻ്റെ സംസാരത്തിനൊരു പിച്ചുണ്ട്, എൻ്റെ സംസാരത്തിനൊരു വേഗത ഉണ്ട്, അല്ലേ? അത് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇതാണ് പാരാ ലാംഗ്വേജ്. ഒരു വ്യക്തിയുടെ സംസാരത്തിൻ്റെ വേഗത, അയാൾ ഉപയോഗിക്കുന്ന സംസാരത്തിൻ്റെ പിച്ചും ടോണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശൈലി, അതിൻ്റെ ഒരു മോഡുലേഷൻ, ഇതാണ് പാരാ ലാംഗ്വേജ് അല്ലെങ്കിൽ വോക്കലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എവിടെ ഉപയോഗിക്കുന്നുണ്ട്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കിനേസിസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോക്സിമിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ക്രോണിമിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഹാപ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. ഇതൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം ഞാൻ ഇതിൻ്റെ പേരേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ താഴെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ സൈലൻസ്, നിശബ്ദതയും. അവ നിശബ്ദതയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിശബ്ദതയും എന്ത് ചെയ്യുന്നുണ്ട്? സൈലൻസിനും അർത്ഥമുണ്ട്, സൈലൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ ഓർ ഗ്രാഫിക് എലമെന്റ്സ്,
അതുപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വിഷ്വൽ ഓർ ഗ്രാഫിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ്, ചിത്രങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിത്രങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? മക്കളെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എക്സാമ്പിള്, സ്കൂൾ ബാഗ് ധരിച്ചിരിക്കുന്ന കുട്ടി റോഡ് സൈഡിലൊക്കെ കണ്ട എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അരികെ സ്കൂളുണ്ട് അല്ലേ? അതൊക്കെ ഒരു ഗ്രാഫിക് എലമെന്റ് ആണ്, അല്ലെങ്കിൽ വിഷ്വൽ ആണ്. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം യൂസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. വിച്ച് കമ്മ്യൂണിക്കേഷൻ? യൂസസ് ഇൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവയുടെ പേരുകളെല്ലാം നിങ്ങളൊന്ന് എഴുതി ബൈഹാർട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഓരോന്നായിട്ട് പറയാട്ടോ. അതായത് വേറെ വേറെ പോയിന്റുകളാണ് ഞാൻ നോട്ടിൽ ഇങ്ങനെ താഴെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, വാട്ട് ഈസ് കിനേസിസ്? നേരത്തെ പറഞ്ഞില്ലേ കിനേസിസ്, പ്രോക്സിമിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. എന്താണ് കിനേസിസ്? കിനേസിസ് എന്ന പദം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. ഇത് നമുക്ക് അത്ര കോമൺ ആയ ഒരു ടേം ഒന്നും അല്ല കിനേസിസ്, പക്ഷേ സിമ്പിളാണ്. ആ പദം കേട്ട് പേടിക്കൊന്നും ചെയ്യണ്ട. എന്താണ് കിനേസിസ്? കിനേസിസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ വേ ഇൻ വിച്ച് certain body movements and gestures serve as a form of non-verbal communication. അപ്പം കിനേസിസ് എന്ന് പറഞ്ഞാൽ അതൊരു പഠനമാണ്. അത് മനസ്സിലായില്ലേ? എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മൂവ്മെന്റ്സും ജെസ്റ്റേഴ്സും. ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്യം പോലുള്ള നമ്മളുടെ ശരീരഭാഷകൾ, അതുപോലെ തന്നെ നമ്മളുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മളുടെ ശരീര ഇളക്കങ്ങൾ, ഇവ രണ്ടും എങ്ങനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകുന്നത്, അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? കിനേസിസ്. അപ്പൊ എന്താ കിനേസിസ്? Kinesis is the study of the way in which certain body movements and gestures serve as a form of non-verbal communication. ഇനി ഞാൻ നിങ്ങൾക്ക് ചില certain body movements കമ്മ്യൂണിക്കേഷൻ ആവുന്നതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതാണ് കിനേസിസ്. എക്സാമ്പിൾ ആണ് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ക്ലാസ് റൂമിൽ എവിടെ ആയിക്കോട്ടെ ഐ കോണ്ടാക്ട് കാണിക്കുന്നത് താല്പര്യത്തെയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസുമായിട്ടുള്ള ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിന് ഞാനുമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐ കോണ്ടാക്ട് കാണിക്കുന്നത് എൻ്റെ ക്ലാസ്സിലുള്ള താല്പര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഐ കോണ്ടാക്ട്. അപ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഹെഡ് നോട്ട്സ്. ഹെഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ തല കുലുക്കുന്നത്. തല കുലുക്കുമ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ വിങ്കിങ്. എന്താ വിങ്കിങ് പറഞ്ഞാൽ? കൺപോള ചിമ്മുന്നത്. അതും എന്താണ്? അതേ എന്നുള്ള ഒരു അർത്ഥമാണത്. അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ കൺപോള ചിമ്മി കാണിച്ചാൽ അവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാണ്. അപ്പോൾ വിങ്കിങ്, ഹെഡ് നോട്ട്സ്, ഐ കോണ്ടാക്ട്, ഇതൊക്കെ എന്താണ്? കിനേസിസ്. അതായത് ബോഡി മൂവ്മെന്റ്സ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. കിനേസിസിനുള്ള എക്സാമ്പിളാണ് കേട്ടോ. അപ്പൊ കിനേസിസ് എന്താന്ന് മനസ്സിലായോ? കിനേസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ വേ ഇൻ വിച്ച് certain body movements and gestures serve as a form of non-verbal communication. ചില ബോഡി മൂവ്മെന്റ്സ്, ചില ജെസ്റ്റേഴ്സ് എങ്ങനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായി മാറുന്നു, സെർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ആകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് കിനേസിസ്. അടുത്തത് വാട്ട് ഈസ് പ്രോക്സിമിക്സ്? എന്താണ് പ്രോക്സിമിക്സ്? നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്നുകൂടി ഇവിടെ പറയാനുള്ള കാരണം അവിടെ അതിന് എക്സാമ്പിൾ വന്നിരുന്നില്ല. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കേട്ടോളൂ കേട്ടോ. പ്രോക്സിമിക്സ് ഈസ് ദ സ്റ്റഡി
ദാറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് സ്പേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എന്തിൻ്റെ റോളിനെ കുറിച്ചുള്ള പഠനമാണ്? പ്രോക്സിമിക്സ്, സ്പേസിൻ്റെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഞാനൊരു എക്സാമ്പിൾ തരാം. സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ ഡ്യൂറിങ് എ ലെക്ചർ. ഒരു ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ ഫ്രണ്ട് നിരയിൽ ഇരിക്കുക. അതെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം. ഫ്രണ്ട് റോ. മറ്റൊരു എക്സാമ്പിൾ ആണ് സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് റോ ഡ്യൂറിങ് എ ലെക്ചർ. എന്താ കാണിക്കുന്നത്? ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ എക്സാമ്പിൾ ആണ് ഏതിന്? പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ പ്ലേസിന്റെ റോള്. എങ്ങനെയാണ് പ്ലേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഏത്? സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരവിടെ ഇരിക്കുന്നത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താ? സ്ഥാനം കൊണ്ട് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇനി അടുത്തത് ക്രോണിമിക്സ് എന്താന്നുള്ളതാണ്. ക്രോണിമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ടൈമിൻ്റെ റോളാണ് ക്രോണിമിക്സ്. ഇതിനുള്ള എക്സാമ്പിൾ എന്താ? ഇതിനുള്ള എക്സാമ്പിൾ ആണ് ഗോ ലേറ്റ് ടു ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂവിന് ലേറ്റായിട്ട് പോവാം. ലേറ്റായിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ടൈമാണ്. അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആ പോകുന്ന വ്യക്തിക്ക് അതിലൊട്ടും താല്പര്യമില്ല. നമുക്ക് പോവാൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ, എക്സാമ്പിള് നമ്മൾ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും. എന്താ കാണിക്കുന്നത്? താല്പര്യമുണ്ട്. ക്ലാസ്സിന് പോവുകയാണെങ്കിലോ 9:30 ക്ലാസ്സിന് 9:30 മണിക്ക് ഇറങ്ങും. അപ്പോൾ ആ ടൈം കാണിക്കുന്നത് എന്താ? താല്പര്യമില്ലായ്മ. അടുത്തത് ഹാപ്റ്റിക്സ്. എന്താണ് ഹാപ്റ്റിക്സ്? ദ സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ടച്ചിൻ്റെ, സ്പർശനത്തിൻ്റെ റോളാണ് ഹാപ്റ്റിക്സ്. എക്സാമ്പിൾ ആണ് ഷെയ്ക്ക് ഹാൻഡ്. നമുക്കൊരാളൊരു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ ആ ടച്ചിൽ നിന്നും മനസ്സിലാക്കാം അയാൾക്ക് നമ്മളോട് സ്നേഹമാണോ എന്താണോ എന്നുള്ളത്. സ്പർശനത്തിൽ നിന്നും തലോടലിൽ നിന്നും. അല്ലാതെ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതാണ് എന്ത്? റോൾ ഓഫ് ടച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താ അതിനെ വിളിക്കുക? ഹാപ്റ്റിക്സ്. ഹാപ്റ്റിക്സിനുള്ള എക്സാമ്പിൾ എന്താ? ഷെയ്ക്ക് ഹാൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റൈല്? മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ചത് ചാനൽ ബേസ് ചെയ്തിട്ടാണ് വെർബലും നോൺ വെർബലും. മാറിപ്പോവരുത്. ഇവിടെ സ്റ്റൈല് ബേസ് ചെയ്തിട്ട് 2 തരമുണ്ട്. ഫോർമലും ഇൻഫോർമലും. മാറരുത് കേട്ടോ. സ്റ്റൈല് ബേസ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, 5 മാർക്കിന്. അതായത് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനാണ് പ്രാധാന്യം അതിനാണ് പ്രാധാന്യം എന്ന് പറയാൻ പറ്റില്ല. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ കൊല്ലം സ്റ്റൈലേക്കാരം ചോദിക്കുക, അപ്പോൾ അടുത്ത കൊല്ലം ഏതേക്കാരം? ചാനലേക്കാരം. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. രണ്ടിൽ ഏതും ചോദിക്കാം, രണ്ടും വരാം. അപ്പോൾ സ്റ്റൈല് ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ സ്റ്റൈൽ ആൻഡ് പർപ്പസ്, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമൽ നോക്കാം. കാരണം 5 മാർക്കിനുള്ള ചോദ്യമാകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. ഫോർമലിൻ്റെ മറ്റൊരു പേരാണ് ഫോർമൽ ഓർ ഒഫീഷ്യൽ. ഫോർമൽ ഓർ ഒഫീഷ്യൽ. It is a form of communication in which the exchange of information is done through the predefined channels. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ചാനലിലൂടെ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറയണമെങ്കിൽ അത് എങ്ങനെ പറയണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ അല്ലാതെ പറയാൻ പാടില്ല. അതാണ് ഫോർമൽ ഓർ ഒഫീഷ്യലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും ലെറ്റർ മാത്രം, അല്ലെങ്കിൽ ഇമെയിൽ മാത്രം. അങ്ങനെ ഇവിടെ ഒരു ഇതുണ്ടാവും.
അല്ലെങ്കിൽ മെമ്മോ അല്ലെങ്കിൽ റിപ്പോർട്ട്, ഇങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ കാര്യം പറയണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പം ക്ലാസ് റൂമിൽ എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളൊരു രീതിയില്ലേ അല്ലേ? അപ്പം അതുപോലെ തന്നെ, അതായത് ഇവിടെ ഒരു ഫോർമൽ എന്ന് പറയുമ്പോൾ ഒരു ഫോർമലായിട്ട് ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അപ്പം അങ്ങോട്ട് തോന്നിയ പോലെ പറയാൻ പറ്റില്ല. അത് എങ്ങനെ പറയണം എന്ന് പറയേണ്ട രീതി, പറയേണ്ട മീഡിയം, ചാനല് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥനോടാണെങ്കിൽ ചിലപ്പോൾ ഫോൺ ചെയ്ത് പറയാൻ പറ്റില്ല അല്ലെ? നമ്മൾ സുഹൃത്തുക്കൾ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ഒരു കാര്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. അത് ഫോർമലാണോ? അല്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് പറയാം. എന്നാൽ അതേ സമയത്ത് ഞാൻ നാളെ ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വരുന്നില്ലെങ്കിൽ അധ്യാപകൻ ലീവ് പറയാൻ ഒരു പ്രീ ഡിഫൈൻഡ് ചാനൽ ഉണ്ടായിരിക്കും. അതെങ്ങനെ പറയണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കും. അങ്ങനെ തന്നെ പറയണം. അപ്പം അങ്ങനത്തെ രീതികളുള്ളതിനാണ് ഏത് പറയാ? ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ചാനൽ ഉണ്ടാവും. ആ ചാനൽ ഉപയോഗിച്ചേ പറയാവൂ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചില പ്രത്യേകതകളാണ്. ഈ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് റിജിഡ്. ഇത് റിജിഡ് ആയിരിക്കും. ഇത് റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ്, സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇതിനൊരു നടപടി രീതിയൊക്കെ ഉണ്ടായിരിക്കും. ആർക്കോ തോന്നിയ പോലെ, തോന്നുന്ന സമയത്ത് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇതിൻ്റെ രീതി ഉണ്ടാവും. അടുത്തത്, പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇത്തരം ഒരു ചില സംഭവങ്ങൾ, ഇത്തരം ചില ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ചില സ്റ്റേജുകളിലൂടെ കടന്നു പോകും. എന്ന് വെച്ചാൽ അതിന് ചില അതിൻ്റെതായ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ആ ഘട്ടങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വില്ലേജിലോ പഞ്ചായത്തിലോ ഒരു കാര്യത്തിന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരക്കൂടാൻ പറ്റില്ല. നമ്മൾ ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചില നടപടി രീതികളൊക്കെ ഉണ്ട്. അതിന് ചില സ്റ്റേജുകളിലൂടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, തീരുമാനമാവും. അതുപോലെ തന്നെ ആൻഡ് ഈസ് സ്ലോ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സ്ലോ ആണ്. നമ്മൾ വില്ലേജിലും പഞ്ചായത്തിലൊക്കെ പോണ പോലെ, നമ്മൾ സെക്രട്ടറിക്കുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ആദ്യം നേരെ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കണം ഒരു അപേക്ഷ. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അത് എവിടേക്ക് പോകും? ക്ലർക്കിൻ്റെ അടുത്തേക്ക് പോകും. ക്ലർക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്നാണ് എങ്ങോട്ട് എത്തുള്ളൂ? സെക്രട്ടറിയുടെ അവിടേക്ക് എത്തുള്ളൂ. അതിന് അതിൻ്റേതായിട്ടുള്ള ചില സ്റ്റേജിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അത് എത്തേണ്ടടത്തേക്ക് എത്തുള്ളൂ. നമ്മൾ ഇന്ന് കൊടുത്തിട്ട് നാളെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അത് സെക്രട്ടറിയുടെ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സമയമൊക്കെ പിടിക്കും. അപ്പോൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് സ്ലോ ആയിരിക്കും. ഇനി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ചില രീതികളാണ്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമേഷൻ എങ്ങനെ ഫ്ലോ ചെയ്യും? അതായത് ഒരു കാര്യം നേരിട്ട് അടുത്ത ആളിലേക്ക് എത്തുമോ, അതല്ല ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തി അതിനുശേഷം അടുത്ത ആളിലേക്കാണ്, എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാം? അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത് 3 തരത്തിലാണ്. അത് ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി വെർട്ടിക്കൽ. എങ്ങനെയാവാം? ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത് വെർട്ടിക്കൽ ആവാം, അതല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആവാം, അതല്ലെങ്കിലോ ഡയഗണൽ ആവാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെർട്ടിക്കൽ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഉയർന്ന ആളിൽ നിന്നും താഴ്ന്ന ആളിലേക്ക് പാസ് ചെയ്യാം. അതാണ് വെർട്ടിക്കൽ. ഉയർന്ന ആളിൽ നിന്നും താഴ്ന്ന ആളിലേക്ക്.
വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പറിൽ നിന്നും ലോവറിലേക്ക്, അതായത് ടീച്ചറിൽ നിന്നും കുട്ടിയിലേക്ക് ഒരു കാര്യം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിൽ നിന്നും ടീച്ചറിലേക്ക്. പ്രിൻസിപ്പൽ അപ്പർ, ടീച്ചർ ലോവർ ആണ്. അപ്പറിൽ നിന്നും ലോവറിലേക്ക്, മുകളിൽ നിന്നും താഴേക്ക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുക, അതാണ് വെർട്ടിക്കൽ. മനസ്സിലായില്ലേ? അടുത്തത് ഹൊറിസോണ്ടൽ. എന്താ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല്? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലെവലാണ്. സെയിം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിൽ നിന്നും ടീച്ചറിലേക്ക്, സ്റ്റുഡൻറ്റിൽ നിന്നും സ്റ്റുഡൻറ്റിലേക്ക്, പ്രിൻസിപ്പലിൽ നിന്നും പ്രിൻസിപ്പലിലേക്ക്, ഇങ്ങനെ ഒരേപോലെ ഫ്ലോ ചെയ്യാം. ഒരേപോലെയുള്ള ആളുകൾക്കിടയിൽ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്തു പറയുന്നത്? ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അടുത്തത് ഡയഗണൽ എന്നാണ്. അടുത്ത ഏതാണ്? ഡയഗണൽ. ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻഫർമേഷൻ പല ലെവലിൽ പാസ് ചെയ്യാം. അതായത് ഹൈ ലെവലിൽ നിന്നും ലോ ലെവലിലേക്കും പല ലെവലിലേക്കും, അതായത് പ്രിൻസിപ്പലിൽ നിന്നും കുട്ടികളിലേക്കും ടീച്ചറിലേക്കും, ടീച്ചറിൽ നിന്നും പ്രിൻസിപ്പലിലേക്കും, പ്രിൻസിപ്പലിൽ നിന്നും കുട്ടികളിലേക്കും, ഇങ്ങനെ പല തരത്തിൽ പല ലെവലിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഈ 3 രീതിയിലും ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യും. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ആണ് മെമോസ്, റിപ്പോർട്ടുകൾ, ബിസിനസ് ലെറ്റേഴ്സ്. മെമോസ്, റിപ്പോർട്ട്സ്, ബിസിനസ് ലെറ്റേഴ്സ്, ഇതൊക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഫോർമലും കൂടി പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ ഇൻഫോർമലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ 40 മിനിറ്റിലോ അധികമാവും. അപ്പോൾ 40 മിനിറ്റിൽ അധികമായി കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ബാക്കി കാര്യങ്ങളും പറ്റുകയാണെങ്കിൽ 2ാമത്തെ യൂണിറ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാണ് ഫ്രണ്ട്സ്, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് പറയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണണം. കമൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഡൗട്ട്സ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.